ഹേ ഓൾ വെൽക്കം ബാക്ക് ടു ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഫൈനൽ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വെയ്റ്റിംഗ് ഫോർ ദ റെയിൻ, റിട്ടൺ ബൈ അനിത നായർ. ഇതൊരു ട്രാവൽ റൈറ്റിംഗ് ആണ്. അതായത് നമ്മൾ കേരളത്തിലെ റെയിനിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനെ അനിത നായർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്വന്തം ലൈഫിൽ നിന്നുണ്ടായ കുറച്ച് സിറ്റുവേഷൻസ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു പോർഷൻ, അത്രേ ഉള്ളൂ. കുറച്ച് പുതിയ വേർഡ്സ് ഉണ്ടാവും, ഞാൻ മീനിങ് കൊടുക്കാം, അതൊന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ ഫൈൻ. ഷാൽ വി ഗോ ത്രൂ ദി ചാപ്റ്റർ? വെയ്റ്റിംഗ് ഫോർ റെയിൻ, അനിത നായർ. In Kerala, much like the rest of India, the monsoon can reduce a region to penury and its absence can cause the same. പെന്യൂറി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്നാണ് മീനിങ്. അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കേരളം ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളെപ്പോലെ തന്നെ മൺസൂൺ കാരണം, അതായത് മഴ കാരണം ദാരിദ്ര്യത്തിലേക്ക് എത്താം. ഓക്കെ, അതേ കാര്യത്തിലേക്ക് മഴ കൂടിയത് കാരണവും എത്താനുള്ള ചാൻസ് ഉണ്ട്. അതായത് മഴ കൂടിക്കഴിഞ്ഞാലും മഴ കുറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിന് അത് ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ മോശമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് കേരളം പോലുള്ള സ്ഥലങ്ങളൊക്കെ മഴവെള്ളമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവിടുത്തെ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ മഴ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിലും അത് മോശമായിട്ട് കേരളം പോലുള്ള സ്ഥലങ്ങളെ ബാധിക്കും. ഓക്കെ, ദെൻ പാരഗ്രാഫ് നമ്പർ 1. The flight nosed into a cloud and we rocked with the turbulence outside. നോസ്ഡ് ഇൻ ടു ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഒരു ക്ലൗഡിലേക്ക് കയറി, അതിൻ്റെ മുൻവശത്തിനാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ആൻഡ് വി റോക്ക്ഡ് വിത്ത് ദ ടർബുലൻസ് ഔട്ട്സൈഡ്. ടർബുലൻസ് എന്ന് പറഞ്ഞാൽ കലഹങ്ങൾ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ഷെയ്ക്കിങ്, ഒരു ക്ലൗഡിലേക്ക് പെട്ടെന്ന് കയറിയപ്പോൾ അതിൻ്റെ കലഹങ്ങൾ അനുഭവപ്പെട്ടു പുറത്തുള്ള. ഓക്കെ, എ പെക്യുലർ സൈലൻസ് ക്രെപ്റ്റ് അമംഗ് ദി പാസഞ്ചേഴ്സ്, മോസ്റ്റ് ഓഫ് whom were young men seeking the myriad hues of green pastures of Kerala, where it seems everything was in abundance but a labor force and rain. പെട്ടെന്ന് ഒരു ടർബുലൻസ് ഉണ്ടായി നമ്മൾ പറഞ്ഞു. ആ ടർബുലൻസ് കാരണം എന്തായി, ആൾക്കാരുടെ ഇടയിൽ, പാസഞ്ചേഴ്സിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു സൈലൻസ് വന്നു, അല്ലെങ്കിൽ എല്ലാവരും പെട്ടെന്ന് സൈലൻ്റായി, അഫ്രൈഡായിട്ട്, പേടിച്ചിട്ട്. ഓക്കെ, മോസ്റ്റ് ഓഫ് whom were young men seeking the myriad hues of green pastures of Kerala. അതായത് അതിൽ മിക്ക ആൾക്കാരും, യങ് ആയിട്ടുള്ള ആൾക്കാരും അവിടെ ഗ്രീനറി, കേരളത്തിലെ ഗ്രീനറി തേടി പോവുമായിരുന്നു. അതാ ഉദ്ദേശിച്ചത്, സീക്കിംഗ് ഗ്രീൻ എന്ന് ഉദ്ദേശിച്ചത്. ആൻഡ് മിറൈഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നാട്ടോ, ഹ്യൂസ് എന്ന് പറഞ്ഞാൽ കളേഴ്സ്. അപ്പോൾ ഒരുപാട് കളേഴ്സുള്ള ഗ്രീൻ പാസ്റ്റേഴ്സ്. പാസ്റ്റേഴ്സ് മീൻസ് പുൽത്തകിടുകൾ എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് കേരളത്തിൻ്റെ മനോഹാരിതയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഒരുപാട് കളേഴ്സുള്ള, അതേപോലെ ഒരുപാട് പുൽത്തകിടുകളും പച്ചപ്പും കാണപ്പെടുന്ന കേരളം. where it seems everything was in abundance. ഇത് നമുക്ക് എന്ത് തോന്നും, കേരളത്തിലെല്ലാം ഒരുപാടുണ്ട്, അബണ്ടൻ്റ് ആയിട്ടുണ്ടെന്ന് തോന്നും. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച്, ബട്ട് എ ലേബർ ഫോഴ്സ് ആൻഡ് റെയിൻ, ഇതിന് രണ്ടിനും മാത്രമാണ് അവിടെ ക്ഷാമമുള്ളത്. ലേബർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ ആൾ കിട്ടാനില്ല എന്നുള്ളത്, ആൻഡ് റെയിൻ, മഴയും അതേപോലെ തന്നെ ക്ഷാമമാണ്. The plane rocked some more, and somewhere behind me a child wailed in fright. വീണ്ടും ഇങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നൊരു കുലുക്കം. അത് കാരണം എൻ്റെ പിന്നിലുള്ള ഏതോ ഒരു കുട്ടി എ ചൈൽഡ് വെയിൽഡ് ഇൻ ഫ്രൈറ്റ്. വെയിൽഡ് എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക, അലറിക്കരയുക എന്നാട്ടോ. ഓക്കെ, ആൻഡ് ഇൻ ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ പേടിച്ചുകൊണ്ട്. അഫ്രൈഡ് എന്നുള്ളതിന് വേറൊരു വേർഡാണ് ഫ്രൈറ്റ്. ഓക്കെ, ആൻഡ് ദെൻ an elderly couple alongside who had been chatting incessantly was finally quiet. അതേപോലെ കുറച്ച് പ്രായമുള്ള ഒരു കപ്പിള്, തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കപ്പിള്, ഹു ഹാഡ് ബീൻ ചാറ്റിംഗ് ഇൻസെസൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഇടതടവില്ലാതെ, ഒട്ടും ഗ്യാപ്പ് ഇടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിളുണ്ടായിരുന്നു, ഒരു എൽഡർലി കപ്പിൾ. അവരും പെട്ടെന്ന് കൊയച്ചായി. അത്രയും ഭയാനകപരമായൊരു സിറ്റുവേഷനാണ്. ഫ്ലൈറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ ഷെയ്ക്ക് ആവുന്നുണ്ട്. അത് കാരണം ഒരു കുട്ടി ഭയപ്പെട്ടു എന്നൊക്കെ പറയുന്ന ആ സിറ്റുവേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. I wondered what young men from northern India, almost all of them in the uniform of the guest workers, jeans, t-shirt, wind cheater and sneakers, thought of this turbulent return to their workplace. നേരത്തെ നമ്മൾ പറഞ്ഞു കേരളത്തിൽ അബണ്ടൻ്റ് ആയിട്ട് ഒരുപാട്, എല്ലാം അബണ്ടൻ്റ് ആയിട്ടുണ്ട്, രണ്ട് കാര്യം ഒഴികെ. അതിലൊന്നായിരുന്നു ലേബർ ഫോഴ്സ്, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇവിടെ പണിയെടുക്കാൻ ആളെ കിട്ടാനില്ല എന്നുള്ള ഒരു സത്യമാണ്, നമുക്കൊക്കെ അറിയുന്നതാണ്.
നോർത്തേൺ സൈഡിൽ നിന്ന്, ഇന്ത്യൻ്റെ നോർത്തേൺ സൈഡിൽ നിന്ന്, അതായത് ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരാനുണ്ട് അല്ലേ. അപ്പോൾ അതുപോലുള്ളവരാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് പേര് പ്ലെയിനിൽ നമുക്ക് ഈ അനിതാ നായർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അവരൊക്കെ ഒരു യൂണിഫോം ധരിച്ചിട്ടാണ് ഇരിക്കുന്നത്. മേ ബി യൂണിഫോം എന്നതിലുപരി ഓൾമോസ്റ്റ് എല്ലാവരും ഒരു സിമിലർ പാറ്റേണിലായിരിക്കാം ഡ്രസ്സപ്പ് ചെയ്തിട്ടുള്ളത്. ജീൻസും ടീഷർട്ടും. വിൻ ഷീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ജാക്കറ്റിന് തന്നെയാണ് വിൻ ഷീറ്റർ എന്ന് പറയാം. ഓക്കെ. ആൻഡ് സ്നീക്കേഴ്സ്, ഷൂ, യു നോ ദാറ്റ് റൈറ്റ്. ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അവരെന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഇങ്ങനെ ഈ ഒരു ടർബുലൻസിനെ കുറിച്ച് അവരുടെ വർക്ക് പ്ലേസിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത്, ഇങ്ങനെ ഒരു ഫ്ലൈറ്റിലൊരു ടർബുലൻസ് ഒക്കെ ഉണ്ടായ സമയത്ത് അവരെന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക എന്നാണ് അനിതാ നായർ ചോദിക്കുന്നത്. അവരുടെ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ എവിടെ? കേരളം. ഓക്കെ. അപ്പോൾ കേരളത്തിലേക്ക് വരുന്നൊരു ഫ്ലൈറ്റാണിത്. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. Then, the memory of the horrific floods in 2018 is still as vivid as they are frightening. അപ്പോൾ അനിതാ നായർ പറയുന്നത് 2018 സംഭവിച്ചിരുന്ന ഫ്ലഡിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും അത്രയും പേടിപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഹൊറിഫിക് എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നത്. ഓക്കെ അല്ലേ? All around me was fear and anxiety, which manifested as a reined in silence and a determined grip on the seat handles. അതായത് ഈ അനിതാ നായർക്ക് ചുറ്റുമുള്ള എല്ലാവരും വളരെ പേടിച്ചിട്ടായിരിക്കുന്നത്. ഫിയർ എന്ന് പറഞ്ഞാൽ പേടിയാണ്, ആൻസൈറ്റി എന്ന് പറഞ്ഞാലും സിമിലർ മീനിങ്. ഓക്കെ. പക്ഷേ ഇതെങ്ങനെ മനസ്സിലായി? എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ പേടിച്ചിട്ട്? ഇല്ല. വിച്ച് മാനിഫെസ്റ്റഡ് ആസ് എ റീൻഡ് ഇൻ സൈലൻസ്. അതായത് ഭയങ്കരമായ സൈലൻസ് കണ്ടിട്ടാണ് അനിതാ നായർക്ക് അത് മനസ്സിലായി. മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, നമ്മളിങ്ങനെ ചിന്തിക്കുന്നതിനാണ് മാനിഫെസ്റ്റ്. അല്ലെങ്കിൽ ചിന്തിച്ച് നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പറയുമല്ലോ, ശരിക്കും നടക്കുന്ന പോലെ ചിന്തിക്കുന്നതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയൂല്ലേ. ഓക്കെ. ഇവിടെ ഉദ്ദേശിച്ച അങ്ങനെയാണ്, കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് മനസ്സിലാക്കിയത് എന്നല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ. ആസ് എ റീൻഡ് ഇൻ സൈലൻസ് ആൻഡ് എ ഡിറ്റർമിൻഡ് ഗ്രിപ്പ് ഓൺ ദ സീറ്റ് ഹാൻഡിൽസ്. അതേപോലെ വളരെ ഡിറ്റർമിൻഡായിട്ട്, അതായത് വളരെ ശ്രദ്ധയോടെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും സീറ്റിൽ മുറുക്കെ പിടിക്കുന്നുണ്ട്, സീറ്റ് ഹാൻഡിൽസിൽ. ഓക്കെ. ഇതൊക്കെ കാണുമ്പോൾ അനിതാ നായർക്ക് എന്ത് മനസ്സിലായി? എല്ലാവരും, ചുറ്റുമുള്ള എല്ലാവരും വളരെ പേടിയോടെയാണ് സീറ്റിലിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. ബട്ട് ഐ മസ്റ്റ് ഹാവ് ബീൻ ദ ഓൺലി പാസഞ്ചർ ഓൺ ദാറ്റ് ഫ്ലൈറ്റ് ഹു വാസ് ഹാപ്പി വിത്ത് ദ ടർബുലൻസ്. ആ ഒരു ഫ്ലൈറ്റിൽ ഈ ഒരു ടർബുലൻസ് കാരണം സന്തോഷിക്കുന്ന ഏക പാസഞ്ചർ ഞാൻ മാത്രമായിരിക്കും എന്നാണ് അനിതാ നായർ പറയുന്നത്. ആൻഡ് അൺഇവൻഫുൾ ഫ്ലൈറ്റ്സ് മെൻറ്റ് ഗുഡ് വെതർ. അതായത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്കെന്ത് മനസ്സിലാക്കാം? നല്ല വെതറാണ്, നല്ല ക്ലൗഡി ഒന്നുമല്ല, വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്ന ഒരു വെതറാണ് എന്നുള്ള കാര്യം മനസ്സിലായി. സോ ടർബുലൻസ് മെൻറ്റ് ജസ്റ്റ് വൺ തിങ്, വിൻഡ് കറൻറ്റ് ആൻഡ് ഹെൻസ് ദ മൺസൂൺ. അൺഇവൻഫുൾ ആണെങ്കിൽ നല്ല വെതറാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ ടർബുലൻസ് ഉണ്ട്. അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നല്ല വിൻഡുണ്ട്. അതേപോലെ തന്നെ നല്ല വിൻഡുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? മൺസൂണാണ്, മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സോ അതുകൊണ്ടാണ് അനിതാ നായർ ടർബുലൻസ് കാരണം ഹാപ്പിയായി എന്ന് പറഞ്ഞു. ആഫ്റ്റർ ഓൾ ഐ വാസ് ട്രാവലിംഗ് ടു കേരള ടു റിന്യൂ മൈ അക്വൈൻറ്റൻസ് വിത്ത് ദ മൺസൂൺ. റിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ പുതുക്കുക, ആൻഡ് അക്വൈൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരിചയം കേട്ടോ. കേരളത്തിലേക്ക് അനിതാ നായർ വരുന്നത് മൺസൂണുമായിട്ടുള്ള പരിചയം പുതുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ ഓൾമോസ്റ്റ് 6 വീക്സ് നൗ, ഏകദേശം 6 ആഴ്ചയായിട്ട് ഇപ്പോൾ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഹാസ് ബീൻ പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക്. സൗത്ത് വെസ്റ്റ് മൺസൂണ് എന്താ ചെയ്യുന്നത്? വരും എന്ന് വിചാരിക്കും, പക്ഷേ മഴ പെയ്യില്ല. ആ ഒരവസ്ഥയാണ് ഇവിടെ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. 6 ആഴ്ചയായിട്ട് ഇത് തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മൈ ഡെയിലി കോൾസ് ടു മൈ പാരൻസ് വുഡ് ബിഗിൻ വിത്ത് എ ക്വയറി, ഈസ് ഇറ്റ് റെയിനിങ് ദർ? ഞാൻ ഡെയിലി വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് എന്താ? അവിടെ മഴ പെയ്യുന്നുണ്ടോ എന്ന്. ക്വയറി എന്ന് പറഞ്ഞാൽ അന്വേഷണം എന്നാട്ടോ അർത്ഥം. ദിസ് വാസ് ഇൻ എ കോൺവെർസേഷൻ ഫില്ലർ ആസ് ഇറ്റ് ടെൻസ് ടു ബി വെൻ 2 people ഹാവ് നത്തിങ് ടു സേ ടു ഈച്ച് അതർ. നമുക്ക് ഒരാളോടൊന്നും സംസാരിക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട്, അതായത് ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ചോദിക്കൂലേ, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷം, മഴയൊക്കെ ഉണ്ടോ, അങ്ങനെ ചോദിക്കില്ലേ? ആ ഒരു കേസിനാണ് ഇവിടെ കോൺവെർസേഷൻ ഫില്ലറെന്ന് ഉദ്ദേശിച്ചത്. ഒന്നും സംസാരിക്കാനില്ലാത്ത സമയത്ത് അതായത് കോൺവെർസേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു ചോദ്യം ശരിക്കും വരേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ദിസ് വാസ് ഇൻ എ കോൺവെർസേഷൻ ഫില്ലർ ആസ് ഇറ്റ് ടെൻസ് ടു ബി.
അത് അങ്ങനെ ടെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇവിടെ ഇതൊരു കോൺവെർസേഷൻ ഫില്ലർ ആയിട്ടല്ല ചോദിച്ചത്. When two people have nothing to say to each other, രണ്ടാൾക്കും ഒന്നും സംസാരിക്കാനില്ലാത്ത സമയത്ത് ചോദിക്കുന്ന പോലെ. This was a genuine query. ഈ ഒരു കേസിൽ ഈ സമയം അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു. For the answer would determine my next set of questions about leaky roofs, slippery paths, power outages, and the ground cover that with the rain would take over the land. സോ ഈ മഴ ഉണ്ടോ ഇല്ല എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറിനെ ഡിപ്പെൻഡ് ചെയ്യും എൻ്റെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. മഴ ഉണ്ടെങ്കിൽ അവിടെ റൂഫ് ലീക്ക് ആവുന്നുണ്ടോ, ചോർച്ചയുണ്ടോ, അതേപോലെ പോകുന്ന വഴികളിൽ സ്ലിപ്പറിയാണോ, വഴിക്കലുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ. പിന്നെ പവർ കട്ട് ഉണ്ടോ, പെട്ടെന്ന് മഴ ഉണ്ടെങ്കിൽ കേരളത്തിൽ പെട്ടെന്ന് പവർ കട്ട്സ് ഉണ്ടാവില്ലേ, അതൊക്കെ ചോദിക്കും. അതേപോലെ ഈ മഴ കാരണം നിലത്ത്, അതായത് ലാൻഡിൽ പുല്ലൊക്കെ മുളയ്ക്കും, അതേപോലെ വെള്ളം കെട്ടിക്കൊടുക്കും. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. മഴ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വെറുതെ ഒരു കോൺവെർസേഷൻ ഫില്ലർ ആയിട്ടല്ല, പകരം അതിനെക്കുറിച്ച് ജെന്യൂനായിട്ട് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ. On July 17, which was the first day of the Karkidagam month, and when sheets of rain out to be falling as if the end of the world was drawing near, my mother said the skies had loomed a gunmetal grey, but all they had was a minor spell of reluctant rain, and now the sun was shining. ജൂലൈ 17 കർക്കിടകം മാസത്തിൻ്റെ ഫസ്റ്റ് ഡേ മഴ പെയ്യുന്നത് ഷീറ്റ്സ് ആയിട്ട്, അതായത് വളരെ സ്ട്രോങ് ആയിട്ട് മഴ പെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ആസ് ഇഫ് ദ എൻഡ് ഓഫ് ദ വേൾഡ് വാസ് ഡ്രോയിങ് നിയർ. ലോകാവസാനം ഏകദേശം അടുത്ത് ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും വളരെ സ്ട്രോങ് ആയിട്ട്, അത്രയും കട്ടിയോട് കൂടിയിട്ടുള്ള ഭയാനകരമായ മഴയാണ്. മൈ മദർ സെഡ് ദ സ്കൈ ഹാഡ് ലൂംഡ് എ ഗൺ മെറ്റൽ ഗ്രേ. ലൂം ആവുക എന്ന് പറഞ്ഞാൽ ലൂംഡ് എന്ന് ഉദ്ദേശിച്ച് അപ്പിയേർഡ് എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പം ഈ എൻ്റെ അമ്മ പറഞ്ഞു സ്കൈസൊക്കെ എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇപ്പോൾ കാണാൻ? ഗൺ മെറ്റൽ ഗ്രേ കളർ, അതായത് കാർമേഘങ്ങൾ വളരെ ഇരുണ്ട് കൂടിയിട്ട് ഒരു ഗ്രേഷ് കളറാവില്ലേ, അതിനാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിച്ചത്. ലൂംഡ് എ ഗൺ മെറ്റൽ ഗ്രേ. ഓക്കെ. ബട്ട് ഓൾ ദേ ഹാഡ് വാസ് എ മൈനർ സ്പെൽ ഓഫ് റിലക്റ്റൻറ്റ് റെയിൻ. റിലക്റ്റൻറ്റ് റെയിൻ എന്ന് പറഞ്ഞാൽ മടിച്ച് നിൽക്കുന്ന, അതായത് വരാൻ മടിച്ച് നിൽക്കുന്ന റെയിനാണ് റിലക്റ്റൻറ്റ് റെയിൻ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുണ്ട് മൂടിയ ഒരവസ്ഥയാണ്. മഴ ഏകദേശം പെയ്യൽ തുടങ്ങിക്കഴിഞ്ഞാൽ ലോകാവസാനം ആവാറായെന്നൊക്കെ നമുക്ക് തോന്നുന്നു. അത്രയും അറ്റ്മോസ്ഫിയർ അത്രയും ഡാർക്കായിട്ടിരിക്കുന്ന സമയം. പക്ഷേ അവിടെ ആകെ സംഭവിച്ചത് എന്താ? ഈ റിലക്റ്റൻറ്റ് റെയിൻ എന്ത് ചെയ്തു? വന്നില്ല. ഇത് വെറുതെ കാണാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് നൗ ദ സൺ വാസ് ഷൈനിങ്. അത്രയും ഇരുണ്ട് മൂടി അറ്റ്മോസ്ഫിയർ ആയിരുന്നെങ്കിൽ ഇപ്പം എങ്ങനെയാണ്? സണ്ണ് വളരെ ബ്രൈറ്റായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്. വേർ ഹാസ് ദ റെയിൻ ഗോൺ, ഷി ആസ്ക്ഡ്. ഹാസ് ഇറ്റ് കം ടു യു? അപ്പം അമ്മ ചോദിക്കാം, ഈ മഴ ഇത് എവിടെ പോയി? നിങ്ങളെ നാട്ടിലേക്കെങ്ങാനും വന്നോ? അതായത് കേരളത്തിൽ പെയ്തില്ല, ഇവിടെ പെയ്യേണ്ട മഴ അറ്റ്മോസ്ഫിയർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, മഴ പെയ്തില്ല. വേറെ എവിടെ പോയി? നിങ്ങളെ സ്ഥലത്തേക്കെങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് അമ്മ അനിതാ നായരടുത്ത് കോൾ ചെയ്തപ്പോൾ ചോദിച്ചിരുന്നു. ഇതൊക്കെ അനിതാ നായർ പ്ലെയിനിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നതാട്ടോ. ബാംഗ്ലൂർ, the city where I live when not in my village, Mundakkottu in Kerala, was going through its windy phase. അതായത് അനിതാ നായർ ഓദർ ഇപ്പോൾ ജീവിക്കുന്നത് വർക്കിൻ്റെ കൊണ്ടോ എന്തോ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഇപ്പം താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. അവരുടെ നാട്ടിലുള്ള സ്ഥലമായിട്ടുള്ള മുണ്ടക്കോട്ടുകുരിശിയിലല്ല, പകരം ബാംഗ്ലൂരാണ് തനിയെ താമസിക്കുന്നത്. അവിടെ ഇപ്പോൾ എങ്ങനെയുള്ളൊരു ക്ലൈമറ്റാണ്? വളരെ വിൻഡി ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്, നല്ല കാറ്റടിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. For over a week now, ഏകദേശം ഒരാഴ്ചയായിട്ട് a brutal wind had been sweeping the northern outskirts of the city with a menacing growl. menacing എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നത്, growl മുരൾച്ച, ഒരു മുഴക്കം പോലുള്ള ശബ്ദം. ഓക്കെ. അപ്പോൾ ഈ ഒരു വിൻഡ് ഒരാഴ്ചയായിട്ട് ഒരു ബ്രൂട്ടലായിട്ടുള്ള വിൻഡ്, ഭയാനകരമായിട്ടുള്ള വിൻഡ് അടിക്കുന്നുണ്ട്. സ്വീപ്പിംഗ് ദ നോർത്തേൺ ഔട്ട്സ്കേർട്ട് ഓഫ് ദ സിറ്റി. നോർത്തേൺ സൈഡിൽ, സിറ്റിയുടെ നോർത്തേൺ സൈഡിൽ നല്ലപോലെ അടിക്കുന്നുണ്ട്, ഒരു ഭയാനകരമായ മുരൾച്ചയോടുകൂടി. ഓക്കെ അല്ലേ? അപ്പോൾ അത് കാരണം ആ കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പെയ്യാനിരിക്കുന്ന മേഘങ്ങളെയൊക്കെ, അല്ലെങ്കിൽ മഴ പെയ്യാൻ ഇരിക്കുന്ന സിറ്റുവേഷനൊക്കെ നീക്കി കാറ്റങ്ങ് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ഈ മേഘങ്ങളെയൊക്കെ. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ച് ഈ ഒരു സിറ്റുവേഷൻ കാരണം എന്താ? കേരളത്തിലേക്കായിരിക്കും ആ ക്ലൗഡ് ശരിക്കും വന്ന് മഴ പെയ്യാനിരിക്കുന്നത്. വിൻഡോ ഷട്ടേഴ്സ് ബാങ്ക്ഡ്. വിൻഡോൻ്റെ ഷട്ടേഴ്സ് ബാങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒച്ചത്തിലടിക്കുന്നതിനാണ് കേട്ടോ.
ഡോർസ് അൺലാച്ച്ഡ് ദംസെൽസ്. അൺലാച്ച്ഡ് എന്ന് പറഞ്ഞാൽ അൺലോക്ക്ഡ് എന്നാണ് അർത്ഥം. തനിയെ ഡോർസൊക്കെ കാറ്റിൻ്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, തനിയെ അങ്ങ് തുറന്നു പോകുന്നു. അറൗണ്ട് മൈ ഹോം ട്രീസ് ക്രീക്ഡ് ആൻഡ് ഗ്രൂൻഡ് വൈൽ ലീവ്സ് ഹിസ്ഡ് ആൻഡ് വിസ്പേർഡ്. എൻ്റെ വീടിന് ചുറ്റും ട്രീസ്, മരങ്ങൾ, ക്രീക്ഡ് ആൻഡ് ഗ്രൂൻഡ്, കരയാന്നാണ് ക്രീക്ക് എന്ന് പറഞ്ഞാൽ. ഗ്രൂൻഡ് എന്ന് പറഞ്ഞാൽ ഞെരങ്ങ്. ആ ഒരു ശബ്ദത്തിനാട്ടോ ഇവിടെ ഉദ്ദേശിച്ചത്. ട്രീസ് കാറ്റുകൊണ്ട് അടിക്കുന്ന സമയത്തുണ്ടാകുന്ന ശബ്ദം. വൈൽ ലീവ്സ് ഹിസ്ഡ് ആൻഡ് വിസ്പേർഡ്. ഹിസ്ഡ് എന്ന് പറഞ്ഞാൽ വിസിലിൻ്റെ ശബ്ദമില്ലേ, അതിനാണ് ഹിസ്ഡ് എന്ന് പറയുക. അതേപോലെ വിസ്പർ ചെയ്യാന്ന് പറഞ്ഞാൽ രഹസ്യം പറയുന്നതിനാണ് വിസ്പർ ചെയ്യാന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലീവ്സിൻ്റെ സൗണ്ടാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ത്രൂ നൈറ്റ് ആൻഡ് ഡേ ദ വിൻഡ് ബ്ലൂ പുഷിംഗ് ദ മൺസൂൺ ക്ലൗഡ്സ് എവേ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം മൺസൂൺ ക്ലൗഡ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് പുഷ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഈ കാറ്റ്. സോ എ ടർബുലൻറ്റ് ഫ്ലൈറ്റ് ഇൻ കേരള ഇൻഡിക്കേറ്റഡ് പോസിബിൾ ട്രെയിൻ. അതേപോലെ കേരളത്തിലേക്ക് വരുന്ന ഫ്ലൈറ്റിൽ എന്തുണ്ട്, ടർബുലൻസ് ഉണ്ട്, ഒരു ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടായി, കുലുക്കമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളിലൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് ഓദർ ഉറപ്പിച്ചു നല്ല മഴ ആയിരിക്കും കേരളത്തിൽ എന്നുള്ളത്. എക്സെപ്റ്റ് ദാറ്റ് ആസ് വി ഡിസെൻഡഡ് ഇൻ ടു കൊച്ചി ഇറ്റ് സീം ടു ഹാവ് നോ റെയിൻ എയ്തർ. എവിടെ വരെ ഉള്ളായിരുന്നു ഈ ഒരു ചിന്ത? ഫ്ലൈറ്റ് കൊച്ചിയിൽ ഡിസെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ലാൻഡ് ചെയ്യുന്നതിനായിട്ട് ഉദ്ദേശിക്കുക, താഴുന്നതിനാണ് ഡിസെൻഡ് ചെയ്യാന്ന് പറയാം. അപ്പോൾ കൊച്ചിയിലെത്തുന്നവരെ മാത്രമേ ചിന്തയുള്ളായിരുന്നു. ഇറ്റ് സീം ടു ഹാവ് നോ റെയിൻ എയ്തർ. ഇവിടെ എന്തില്ല, മഴയില്ല എന്നുള്ള കാര്യം അവസാനം ഓദർ മനസ്സിലാക്കി. ദ ഗ്രേ സ്കൈസ് സജസ്റ്റഡ് റെയിൻ ബട്ട് ദ ബ്ലാഞ്ച്ഡ് ഗ്രീനറി സെറ്റ് സംതിങ് എൽസ്. അമ്മ പറഞ്ഞ പോലെ തന്നെ സ്കൈസ് എന്താ ഗ്രേ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രേ സ്കൈ കാണുമ്പോൾ അതൊരു റെയിനുള്ള സാധ്യത സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്ലാഞ്ച്ഡ് ഗ്രീനറി, ബ്ലാഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ വിളറിയത് എന്നാട്ടോ. ഗ്രീനറിയൊക്കെ ഒരു വേറൊരു കളറിൽ ആയിട്ടുണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് മഴ പെയ്യാൻ പോകുന്നില്ല എന്ന്, അല്ലെങ്കിൽ മഴ പെയ്തിട്ടില്ല, ആ പച്ചപ്പൊന്നും ഇല്ല, വെള്ളം തട്ടിയിട്ടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. എ ഡിഫറൻസ് ദാറ്റ് ലീവ്സ് വൺ ഫീലിംഗ് ബോത്ത് ഹെൽപ്ലെസ് ആൻഡ് പവർലെസ്. മഴയുടെ ഒരു ധൈര്യമില്ല, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ധൈര്യമില്ലാത്ത സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ അത് ഹെൽപ്ലെസ്സും പവർലെസ്സും ആക്കുന്നുണ്ട്. മഴ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞതാണ്. ഹൗ ഡു യു കോക്സ് എ മൺസൂൺ ടു ഡു വാട്ട് ഇറ്റ്സ് ഔട്ട് ടു ബി ഡൂയിങ്. കോക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ മഴേനെ അത് ചെയ്യേണ്ട കാര്യം ചെയ്യിപ്പിക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് മഴ എന്താ ചെയ്യേണ്ടത്, മൺസൂൺ എന്താ ചെയ്യേണ്ടത്, മഴ പെയ്യിപ്പിക്കണം അല്ലേ. അപ്പോൾ അത് നടക്കുന്നില്ല ഇവിടെ. അപ്പോൾ അതെങ്ങനെ, എന്ത് കാരണം കൊണ്ട്, എന്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നിങ്ങളതിനെ മഴ പെയ്യിപ്പിക്കാൻ പോകുന്നത്. ഹൗ ഡു യു കോക്സ്, അതാണ് ചോദിച്ചത്. ഓക്കെ, വാട്ട് ഇറ്റ് ഔട്ട് ടു ബി ഡൂയിങ്. ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എന്താ പറയുക, ഡ്യൂട്ടിയാണല്ലേ, മഴ പെയ്യാന്നുള്ള കാര്യം. അപ്പോൾ അതിനെ ആട്ടോ ഇവിടെ ഔട്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, അത് ചെയ്യേണ്ട കാര്യം, അത്രേ ഉള്ളൂ. നോട്ട് എ ഡ്രോപ്പ് ട്രാവൽ വിത്ത് മീ ടു മൈ വില്ലേജ്. ഒരു തുള്ളി പോലും എൻ്റെ കൂടെ എങ്ങോട്ട് എത്തിയിട്ടില്ല, എൻ്റെ വില്ലേജിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ പറഞ്ഞല്ലോ ബാംഗ്ലൂരിൽ നിന്നുള്ള ക്ലൗഡൊക്കെ നീങ്ങിപ്പോയി, ഇപ്പോൾ കേരളത്തിൽ മഴ വേണമെന്ന്. പക്ഷേ ശരിക്കും ഒരു തുള്ളി പോലും ഇവിടെ പെയ്തിട്ടില്ല, അതാണ് ഉദ്ദേശിച്ചത്. When I was last here in the June to celebrate the onset of monsoon, which I have done for many years now, the monsoon had failed to break. ലാസ്റ്റ് ജൂണിൽ ഞാൻ മഴയുടെ ആരംഭം, ഓൺസെറ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന സമയത്തും, വിച്ച് ഐ ഹാവ് ഡൺ ഫോർ മെനി ഇയേഴ്സ് നൗ, ഞാൻ കുറേ കാലങ്ങളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ കാര്യം. ഓക്കെ, ദ മൺസൂൺ ഹാഡ് ഫെയിൽ ടു ബ്രേക്ക്. ലാസ്റ്റ് ടൈം എന്തായിരുന്നു, ഈ മൺസൂണ് പൊട്ടാൻ വേണ്ടിയിട്ട് പരാജയപ്പെട്ടു. അതായത് മഴ ഇങ്ങോട്ട് പെയ്യുന്നില്ല, ഈ അറ്റ്മോസ്ഫിയർ മാത്രമേ ലാസ്റ്റ് ഇയറിലും കാണാൻ സാധിച്ചുള്ളൂ. എ ഫ്യൂ സമ്മർ സ്റ്റോംസ് ഹാഡ് എസ്കലേറ്റഡ് ദ ഹീറ്റ്. ഈ സമ്മർ സീസണിലുള്ള സ്റ്റോംസ്, കാറ്റ് എന്ത് ചെയ്തു, ഇവിടെയുള്ള താപനില കൂട്ടി. ആൻഡ് ദ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സെഡ് ദാറ്റ് ദ മൺസൂൺ വാസ് ലർക്കിംഗ് ഇൻ ദ മാൽദീവ്സ്. ഈ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ നിരീക്ഷകർ. അവരെന്താ പറഞ്ഞത്, മൺസൂണ് എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്, മാൽദീവ്സിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. ലർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുകയെന്നാട്ടോ. അതായത് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു ഇവിടെ മഴ പെയ്യാനുള്ള സാധ്യതയില്ല എന്നുള്ള കാര്യം. The villagers had said that the summer drought had been intense. വില്ലേജേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികൾ പറഞ്ഞു ഈ പ്രാവശ്യത്തെ വേനൽക്കാലത്തുള്ള വരൾച്ച ഒരുപാട് കൂടി. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച കേട്ടോ, ഇൻറ്റൻസ് ആയെന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു. It's been almost 2 decades since we saw the wells and canals dry up and the water table flow so low, they had said. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും 20 വർഷം, 2 decades എന്ന് പറഞ്ഞാൽ 20 വർഷം കേട്ടോ ഉദ്ദേശിച്ചത്.
ഒരു ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ 10 വർഷം. അപ്പോൾ 20 വർഷമായിട്ട് ഇത്രയും കുറഞ്ഞ അളവിൽ വെള്ളം ഒഴുകുന്നത്, ഇത്രയും വാട്ടർ ടേബിൾ ഫോൾ സോ ലോ, അത്രയും വളരെ പതുക്കെ വെള്ളം ഒഴുകുന്നതും കനാൽസും വെൽസൊക്കെ ഡ്രൈ അപ്പ് ആവുന്നതും കണ്ടിട്ടേ ഇല്ല. അത്രയും വെയിലായി, അല്ലെങ്കിൽ ആ ഡ്രോട്ട് അത്രയ്ക്കും ഒരുപാട് എത്തി, വരൾച്ച കൂടി എന്നുള്ളതാണ് വില്ലേജേഴ്സ് പറഞ്ഞിട്ടുള്ളത്. നത്തിങ് ഈസ് ആസ് ഇറ്റ് വാസ്, ഒന്നും പഴയതുപോലെ അല്ല, സാധാരണ ഉള്ള പോലെ അല്ല. സോ ഇതിനുള്ള സൊല്യൂഷനായിട്ട് ഒരു ഹ്യൂമർ സെൻസിൽ കളിയാക്കിക്കൊണ്ട് മോക്ക് ചെയ്തുകൊണ്ട് പറയാണ്, ബിൽഡ് എ ഫ്യൂ മോർ കോൺക്രീറ്റ് മോൺസ്ട്രോസിറ്റീസ്, കുറേ കൂടെ കോൺക്രീറ്റ് കൊണ്ടുള്ള രൂപങ്ങൾ ഉണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ കോൺക്രീറ്റ് യൂസ് ചെയ്ത് ഇനിയും നിങ്ങൾ മിനുക്ക് പണികൾ എടുക്കൂ. ടൈൽ സം ഓഫ് ഫ്രണ്ട് യാർഡ്സ്, മുറ്റം, യാർഡ് എന്ന് പറഞ്ഞാൽ എന്താ, മുറ്റം, വീടിൻ്റെ മുൻവശത്തുള്ള മണ്ണിൻ്റെ ഭാഗമൊക്കെ ടൈൽ വെച്ചിട്ട് നല്ലപോലെ മിനുക്കണം. ആൻഡ് കട്ട് ഡൗൺ മോർ ട്രീസ്, അതേപോലെ ഇനിയും ട്രീസ് വെട്ടുക. ഓക്കെ, ആൻഡ് ഇൻ ഡെക്കേഡ്സ് ടൈം, ഇനി ഒരു 10 വർഷം കൂടി എടുക്കുന്ന സമയം കൊണ്ട്, ഇഫ് നോട്ട് ഏർലിയർ, അധികമൊന്നും നേരത്തെ അല്ലെങ്കിലേ ഉള്ളൂ. ഓക്കെ, 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് തീർച്ചയായിട്ടും യു വിൽ ബി പേയിങ് ഫോർ വാട്ടർ ആസ് ഐ ഡു ഇൻ ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂരിൽ ചെയ്യുന്ന പോലെ നിങ്ങളും വാട്ടറിന് വേണ്ടിയിട്ട് പേ ചെയ്തു തുടങ്ങും. അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ സീസണും അതേപോലെ ക്ലൈമറ്റൊക്കെ ഡ്രാസ്റ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് ഉള്ളത് എന്തിനുള്ള ഒരു ഇൻഡിക്കേഷനാണ്? നമ്മളിവിടെ ബാഡായിട്ട് നമ്മളെ അറ്റ്മോസ്ഫിയറിനെ അല്ലെങ്കിൽ നമ്മളെ എൻവയോൺമെൻറ്റിനെ നല്ലപോലെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. അതിനുള്ള ഒരു റിസൾട്ടായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഒരു മോക്കിംഗ് രീതിക്കാണ് ഇവിടെ അനിത നായർ പറയുന്നത്. നിങ്ങൾ കുറേ കൂടെ മരം വെട്ടി നശിപ്പിക്കൂ, നേച്ചറിന് കുറേ കൂടി ഉപദ്രവിക്കുക, വെള്ളം ഇറങ്ങി പോവാതിരിക്കും നമ്മൾ ടൈല് വെച്ചിട്ട്. ഓക്കെ, ഈ മണ്ണിൽ കൂടെ വെള്ളം ഒഴുകേണ്ടതിന് പകരം ടൈലിൻ്റെ മുകളിൽ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങും, മുറ്റം മുഴുവൻ ടൈലിട്ടാൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സുഖമായല്ല, നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും വെള്ളത്തിന്, ഇങ്ങനെ പോവുകയാണെങ്കിൽ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക്. അതാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ₹400 for a small tanker of water to supplement the trickles sourced from the community borewell. ബോർവെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴത്തിൽ കുഴിക്കുന്ന കിണറുകളുണ്ടാവില്ലേ. ട്രിക്കിൾ സോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഇറ്റിറ്റായിട്ട് വരുന്ന വെള്ളം. ഓക്കെ, ആൻഡ് കമ്മ്യൂണിറ്റി ബോർവെൽ എന്ന് പറഞ്ഞാൽ കുഴൽ കിണർ. അപ്പോൾ ഒരു ചെറിയ ടാങ്കറിന് ₹400 വെച്ചിട്ട് പേ ചെയ്യുന്നുണ്ട് ഓതർ, അവിടെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ്? അവിടുത്തെ ബോർവെൽ, അതായത് കുഴൽക്കിണറിൽ നിന്നൊക്കെ വരുന്ന വെള്ളം വളരെ തുച്ഛമായ വെള്ളം മാത്രമേ കിട്ടുള്ളൂ, അതുകൊണ്ട്. ആൻഡ് ഹിയർ വി ആർ എ വീക്ക് ഇൻ ടു കർക്കിടകം, when fields and canals out to be overflowing and ditches gurgling like streams, and the monsoon still hasn't planted its feet in the ground. ഇപ്പോൾ ഒരു വീക്കായി കർക്കിടകം തുടങ്ങിയിട്ട്, അപ്പം പ്രോപ്പറായിട്ടുള്ള ക്ലൈമറ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഇപ്പോഴത്തേക്കും എന്താവണം, ഫീൽഡ്സും കനാൽസും, അതായത് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വയലുകളൊക്കെ ഓവർഫ്ലോ ചെയ്യാനുള്ള, വെള്ളം കൊണ്ട് നിറഞ്ഞിട്ട് ഓവർഫ്ലോ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഡിച്ചസ് ഗേർഗ്ലിംഗ് ലൈക്ക് സ്ട്രീംസ് എന്ന് ഉദ്ദേശിച്ച്, ഗേർഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ കളകളാരം, ആ ഒരു ശബ്ദത്തിനാട്ടോ ഉദ്ദേശിച്ചത്. സ്ട്രീംസ് അരുവിയെപ്പോലെ ഇങ്ങനെ ഒഴുകാൻ, ഓവർഫ്ലോ ആയിട്ട് ഒഴുകാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ ശരിക്കും എന്താ ഇവിടെ സംഭവിച്ചത്? മൺസൂൺ സ്റ്റിൽ ഹാസൻ പ്ലാന്റഡ് ഇറ്റ്സ് ഫീറ്റ് ഇൻ ദ ഗ്രൗണ്ട്. പക്ഷേ മഴക്കാലം ഇതുവരെ അതിൻ്റെ ഫീറ്റ്, കാൽപാദം കൂടെ മണ്ണിൽ വെച്ചിട്ടില്ല, അതായത് മഴ ഒരു തരി പോലും പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. At dusk, my sprightly 85-year-old uncle comes calling. ഡസ്ക് എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയം എന്നാട്ടോ ഉദ്ദേശിച്ചത്. എൻ്റെ 85 വയസ്സുള്ള അങ്കിളും മാമൻ വന്നിട്ട് വിളിക്കുന്നു. Here is a man who straddles the past and present with the same ease he does his scooter. He learned to ride one when he was 78. സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഒരു കാല് ഒരു പെഡൽമിലും മറ്റേ കാല് നെക്സ്റ്റ് പെഡൽമിലും ആയിരിക്കില്ലേ നമ്മൾ വെക്കുക. അതേപോലെയാണ് ആ ഒരു കാര്യത്തിനാട്ടോ സ്ട്രാഡിൽസ് എന്ന് പറയുന്നത്. ആൻഡ് അതേപോലെയാണ് ഈ അങ്കിള് ഒരു കാല് പാസ്റ്റിലും മറ്റേ കാല് പ്രസൻറ്റിലും വെക്കുന്ന പോലെയാണ് അയാൾ ജീവിക്കുന്നത്. അപ്പോൾ ദ സെയിം ഈസ് ആസ് ഹി ഡസ് ഹിസ് സ്കൂട്ടർ. ഈ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? ഒരു സ്കൂട്ടർ എത്ര ലാഘവത്തോടെയാണോ അദ്ദേഹം ഓടിക്കുന്നത്, അതേ ലാഘവത്തോടെ ആണ് പ്രസൻറ്റിലും പാസ്റ്റിലും കൂടെ അയാൾ കാലുകൾ വെക്കുന്നത്. ഓക്കെ, അത് ആ മൈൻഡ് സെറ്റിനാണ് ഉദ്ദേശിച്ചത്. ഹി ലേൺ ടു റൈഡ് വൺ വെൻ ഹി വാസ് 78. 78-ാം വയസ്സിലാണ് അദ്ദേഹം വണ്ടി ഓടിക്കാൻ, സ്കൂട്ടർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത്. അപ്പോൾ അയാൾ അത്രയ്ക്കും സ്പ്രൈറ്റ്ലി, അന്ന് ഓൾറെഡി പറഞ്ഞു, അത്രയ്ക്കും ഊർജ്ജസ്വലനാണ് എന്നുള്ള കാര്യം പറഞ്ഞത്. ഹി സീൻ ഹൗ ദ മൺസൂൺ ക്യാൻ ടേൺ എ വില്ലേജ് ഇൻ ടു പെന്യൂറി ആൻഡ് ഹൗ ഇറ്റ്സ് ലാക്ക് ക്യാൻ കോസ്റ്റ് എ സിങ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം.
അയാൾ കണ്ടിട്ടുണ്ട്, ഇത്രയും പ്രായമായിട്ടുള്ള ആളല്ലേ. അപ്പം നല്ല പോലെ അറിയാം അങ്കിളിന് എങ്ങനെയാണ് ഒരു മഴക്കാലം ഒരു ഗ്രാമത്തെ പെനുവിലേക്ക് എത്തിക്കുന്നത്, അതായത് ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നതെന്നും അതേപോലെ മഴ ഇല്ലാത്ത കണ്ടീഷൻ എങ്ങനെയാണ് ഇതേപോലെ പെനുവിലേക്ക് എത്തിക്കുന്നതെന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. വി ടോക്ക് അബൌട്ട് ഹൗ ദ മൺസൂൺ വൺസ് വാസ്. നമ്മൾ എങ്ങനെയായിരുന്നു ഒരു കാലത്ത് മൺസൂൺ മഴക്കാലം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. ആൻഡ് ദ ഇൻസസൻറ്റ് റെയിൻ വുഡ് മേക്ക് എവറിത്തിങ് ക്ലാമി ടു ദ ടച്ച്. ക്ലാമി എന്ന് പറഞ്ഞ ഒരു നനവുള്ള ഒരു കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻസസൻറ്റ് നിർത്താതെ പെയ്യുന്ന ഈ മഴ നമ്മൾ തൊടുന്ന എല്ലാത്തിനും ഒരു നനവ് കൊണ്ടുവരുന്നു. അതായത് ഈ ചളിയൊക്കെ മണ്ണിലാണെങ്കിൽ പോലും അതിൻ്റെ നനവ് കാണാം. അതേപോലെ നമ്മളും എപ്പോഴും എന്തായിരിക്കും, നനഞ്ഞിട്ടിരിക്കും. നല്ല മഴ ആണെങ്കിലുള്ള കണ്ടീഷൻ, മുൻപുണ്ടായിരുന്ന കണ്ടീഷൻസിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ദ ഡാംപ് വുഡ് ബ്രീത് എ മസ്റ്റിനെസ് ഓൺ ടു ക്ലോത്ത് ആൻഡ് ഗ്രെയിൻ ടേണിങ് സ്റ്റോൺ എ മോസി ഗ്രീൻ. ഡാമ്പ് നമ്മുടെ ഉദ്ദേശിച്ച ഈർപ്പ് കേട്ടോ, ആ ഒരു ഹ്യൂമിഡ് കണ്ടീഷൻ, ആ മൊത്തത്തിൽ വെള്ളം നിറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ. കാരണം ക്ലോത്ത്സിലും ഗ്രെയിനിലൊക്കെ അരിമണിയിലൊക്കെ എന്ത് കാണാൻ പറ്റും, പൂപ്പ് കാണാൻ പറ്റും നമുക്ക്. അതിനെയാണ് മസ്റ്റിനെസ് എന്ന് പറയുക കേട്ടോ, പൂപ്പിൽ കാണാൻ പറ്റുന്നതിന്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ടേണിങ് സ്റ്റോൺ എ മോസി ഗ്രീൻ. ഈ സ്റ്റോൺസിൻ്റെ മുകളിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, ചെറിയ ഒരു പുല്ലിൻ്റെ അല്ലെങ്കിൽ എന്താ ഒരു പാട പോലെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും അല്ലേ. അതൊരു കൈൻഡ് ഓഫ് പൂപ്പൽ തന്നെയാണ്. അതിനാണ് ഇവിടെ മോസി ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. To hear my uncle speak of the rain is to realize how real and human the southwest monsoon is to him. അപ്പം ഈ അങ്കിൾ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവും ഈ അങ്കിളിന് എത്ര റിയലാണ്, അതേപോലെ എത്ര ഹ്യൂമനാണ്, അത്രയും ക്ലോസ് ആണെന്നുള്ള കാര്യം കേട്ടോ. ഈ ഒരു മൺസൂൺ അങ്കിളിനെ സംബന്ധിച്ച് അത്രയും അടുപ്പമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. Like the much awaited visit by a rich relative that turns into a joyless anticlimax, the monsoon has proved to be a disappointment. അതായത് നമ്മളെ വീട്ടിലേക്ക് ഭയങ്കര നമ്മൾ ഏതെങ്കിലും റിലേറ്റീവ് വരുന്നതെന്ന് പറയുന്ന സമയത്ത് നല്ല റിച്ച് ആയിട്ടുള്ള ആൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവരും, നമ്മൾ ഹാപ്പി ആവും എന്നുള്ള കാര്യം ചിന്തിച്ചിരിക്കുന്ന സമയത്ത് മച്ച് അവൈറ്റഡ് വിസിറ്റ്, അതായത് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാത്തിരിക്കുന്ന ഒരു വിസിറ്റ് ഒരു റിച്ച് റിലേറ്റീവിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷെ അതെങ്ങനെയായി മാറി എ ജോയ്ലെസ് ആൻറ്റി ക്ലൈമാക്സ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷമില്ലാത്ത ഒരു ക്ലൈമാക്സ് ആയിട്ട് മാറുന്ന ഒരവസ്ഥ. അതേപോലെയാണ് ഈ പ്രാവശ്യത്തെ മൺസൂണ് പ്രൂവ് ചെയ്തത്. അത് നമ്മളെ ഡിസപ്പോയിൻ്റ് ചെയ്തു എന്നുള്ള കാര്യം. ഓക്കെ, നമ്മളിപ്പോൾ വരുമെന്ന് വിചാരിച്ചിരിക്കും, പക്ഷേ ക്ലൈമാക്സിലെത്തുന്ന സമയത്ത് അത് നമ്മളെ ഡിസപ്പോയിൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഹി അക്യൂസ്ഡ് ദിസ് ഇയേഴ്സ് മൺസൂൺ ഓഫ് മിയർലി കാട്ടിക്കൂട്ടി പോവുക ഓഫ് മേക്കിംഗ് എ പ്രൊഡക്ഷൻ വിത്ത് ഗ്രേ സ്കൈസ്. ഇവിടെ കാട്ടിക്കൂട്ടി പോവാന്ന് ഉദ്ദേശം എന്താ, നമ്മൾ നാട്ടിലുള്ള പ്രയോഗമായിരിക്കും അല്ലേ. അതായത് എന്തൊക്കെയോ വന്നു കാട്ടിക്കൂട്ടി പോയി, അതായത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്തില്ല, പേരിഞ്ഞെന്തോ വന്നു പോയി. അതേപോലെയാണ് ഇപ്രാവശ്യത്തെ മൺസൂൺ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഓഫ് മേക്കിംഗ് എ പ്രൊഡക്ഷൻ വിത്ത് ഗ്രേ സ്കൈസ് പറയാൻ കാരണം എന്താ, അവിടെ ഗ്രേ സ്കൈസ് ഉണ്ടാക്കി, റംബ്ലിംഗ് തണ്ടർ, വളരെ ശബ്ദത്തോട് കൂടിയിട്ടുള്ള തണ്ടർ, ഇടിവെട്ടൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽനെസ് ഓഫ് ദ എയർ ആൻഡ് ദ നോട്ട് ഷോയിങ് അപ്പ്. അതേപോലെ ഇങ്ങനെ മൊത്തത്തിൽ അറ്റ്മോസ്ഫിയറെ ആ ഒരു രൂപത്തിലേക്ക് മാറി, പക്ഷേ നോട്ട് ഷോയിങ് അപ്പ്, അങ്ങനെ വന്നില്ല, മഴ പെയ്തില്ല. ഈവനിങ് ടേൺസ് ടു നൈറ്റ്, അങ്ങനെ കാത്തിരുന്ന് വൈകുന്നേരങ്ങളൊക്കെ രാത്രിയായി. എ ലോൺ ഫയർഫ്ലൈ വീവ്സ് പാറ്റേൺസ് ഓഫ് ലൈറ്റ്. അതേപോലെ അപ്പോൾ രാത്രിയായ സമയത്ത് ഒരു ഫയർഫ്ലൈ ഇങ്ങനെ അതിൻ്റെ വെട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ വീവ് ചെയ്തുകൊണ്ട് പോയി, ഒരു പാറ്റേണിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. I watched the night waiting for some sign of an impending downpour. അതായത് ഏതെങ്കിലും ഒരു കോരി ചൊരിയുന്ന മഴ, അതാണ് ഇംപെൻഡിങ് ഡൗൺപോർ എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിട്ട് അതിനെന്തെങ്കിലും സൈൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു. പക്ഷേ വേറെ വഴിയൊന്നും ഇല്ലാതെ ഇവൻച്വലി അവസാനം കുറച്ച് സമയത്തിന് ശേഷം I go to bed, ഞാൻ ബെഡിലേക്ക് പോയി. I wake drumming on my tile roof. It's 2 AM and the monsoon has finally come calling me. ഡ്രമ്മിങ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ശബ്ദത്തിനാട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ റൂഫിൽ ടൈലിൻ്റെ മുകളിൽ ഡ്രം ചെയ്യുന്ന പോലെ മുട്ടുന്നൊരു ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് 2 മണിക്കായിരുന്നു. ഇറ്റ്സ് 2 AM ആൻഡ് ദ മൺസൂൺ ഹാസ് ഫൈനലി കം കോളിങ് ഓൺ മീ. ഞാൻ അവസാനം കാത്തിരുന്ന് മൺസൂൺ എന്നെ വിളിച്ചു. ദ പ്രോഡിഗൽ സൺ ഹാസ് ഫൗണ്ട് ഹിസ് വേ ഹോം. പ്രോഡിഗൽ എന്ന് പറഞ്ഞാൽ ദൂരത്തെന്നാണ് അർത്ഥം. അതായത് എവിടേക്കോ കറങ്ങി തിരിഞ്ഞ് ഒരുപാട് പൈസയൊക്കെ ദൂരത്തടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു മകനെ പോലെ, അതായത് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു മകനെ പോലെയാണ് ഈ മഴയെ ഇവിടെ ഓതർ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഏതായാലും മഴ വന്നു. ആൻഡ് ഐ പുൾ ദ ഷീറ്റ് ടു മൈ ചിൻ ആൻഡ് സ്നഗിൾഡ് ഡീപ്പർ ഇൻ ടു ബെഡ്.
ഞാൻ ഷീറ്റ്, അതായത് ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഒരു പുതപ്പ് ഇങ്ങനെ വലിച്ച് എൻ്റെ ചിന്നോടടുത്ത് വെച്ചിട്ട് സ്നെഗിൾ ഡീപ്പർ ഇൻ ടു ബെഡ്, കൂടെ ഒതുങ്ങി ഇങ്ങനെ ബെഡിൽ കിടന്നു. ഫോർ ദാറ്റ് ടു ഇസ് വൺ ഓഫ് ദ മെനി പ്ലഷർ ഓഫ് ദ മൺസൂൺ. അപ്പോൾ അതും മഴക്കാലത്തുള്ള മറ്റൊരു ഏറ്റവും വലിയൊരു പ്ലഷറാണ്. നമുക്കറിയാം മഴക്കാലത്ത് നല്ല പുതപ്പെല്ലാം പൊതിച്ച് നല്ല തണുപ്പുള്ള സമയത്ത് ഉറങ്ങാൻ വേറെ തന്നെ ഒരു രസമല്ലേ. അതിനാണ് ഇവിടെ ഓദർ ഉദ്ദേശിച്ചിട്ടുള്ളത്. When I wake up at the daybreak, the music of the rain is still playing. റെയിൻ്റെ മ്യൂസിക് അപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഉദ്ദേശിച്ചത് എന്താ? അപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പകൽ സമയം കുറച്ച് കഴിഞ്ഞ സമയത്താണ് എണീച്ച്, അപ്പോഴും നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. ഇനി മഴയുടെ സൗണ്ടിനെ കുറച്ച് മ്യൂസിക്കൽ നോട്ട്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് പറയുന്നതാണ്. അത് ചുമ്മാ നിങ്ങളങ്ങ് വായിച്ചു പോയാൽ മതി. ഓക്കെ. പ്ലെയിൻ ആൻഡ് ഗമക ലാഡൻ നോട്ട്സ്, ഹൈ ആൻഡ് ലോ ഡെസിബൽസ്. ഡെസിബൽ എന്ന് പറഞ്ഞാൽ ഈ സൗണ്ടിനെ അളക്കാൻ യൂസ് ചെയ്യുന്നൊരു സാധനം കേട്ടോ. ആൻഡ് ദ സ്റ്റെയിലി പേസ് ഓഫ് വിളംബകാലം, ദ സെൻറ്റർ ഓഫ് ദ മധ്യമകാലം, ദ ക്യുക്ക് ട്രോട്ട് ഓഫ് ദ ദ്രുതകാലം. ട്രോട്ട് എന്ന് പറഞ്ഞാൽ കുതിക്കുക, പെട്ടെന്നുള്ള സൗണ്ടിനാട്ടോ ഉദ്ദേശിച്ചത്. ദ റെയിൻ ബെക്കോൺസ് മീൻ ടു ഇറ്റ്സ് ആംസ്. റെയിൻ എന്നെ അതിൻ്റെ അതായത് കരങ്ങളിലേക്ക് എന്ത് ചെയ്തു, ഇങ്ങനെ ആംഗ്യം കാട്ടി വിളിച്ചു. റെയിൻ്റെ സൗണ്ടിനെ ഒരു മ്യൂസിക്കൽ നോട്ട്സുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ദ റെയിൻ ഫോൾസ്, ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്നു. ഐ മേക്ക് എ കപ്പ് ഓഫ് ടീ ആൻഡ് സിറ്റ് ഓൺ ദ സ്വിങ് സീറ്റ് ഓൺ ദ വരാന്ത. അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓദർ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഒരു കപ്പിൽ ടീ ഒക്കെ ഉണ്ടാക്കിയിട്ട്, സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലിലിരിക്കുക. ഓക്കെ, സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാല. സ്വിങ് സീറ്റ് ഓൺ ദ വരാന്ത, വരാന്തയിൽ ഇങ്ങനെ ഇരുന്നു. ഓക്കെ. ഐ വാച്ച് ദ റെയിൻ ആസ് ഇഫ് ഇറ്റ്സ് വെയർ ആൻ എക്സോട്ടിക് മൈഗ്രേറ്ററി ബേർഡ്. എങ്ങനെ ഞാനിങ്ങനെ റെയിനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തിനെപ്പോലെ? എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ അത്ര എപ്പോഴും കാണുന്നതല്ലേ, നമ്മളെ നാട്ടിലില്ലാത്തതാണെങ്കിൽ സാധാരണമായിട്ട് വരുന്നത്, അതിനാട്ടോ എക്സോട്ടിക് എന്ന് പറയാം. മൈഗ്രേറ്ററി എന്ന് പറഞ്ഞാൽ ദേശാടനം. ഒരു ദേശാടന പക്ഷിനെ എപ്പോഴും ഇവിടെ കാണാത്ത, സാധാരണമായിട്ട് കാണുന്ന ഒരു ദേശാടന പക്ഷിയെപ്പോലെ ഞാൻ ഇങ്ങനെ റെയിനെ നോക്കിക്കൊണ്ടിരുന്നു. അഫ്രൈഡ് ടു ഈവൻ സൈ ഇൻ പ്ലഷർ, ഫോർ ഐ മൈറ്റ് ഫ്രൈറ്റൻ ഇറ്റ് അവേ. അഫ്രൈഡ് ടു ഈവൻ സൈ ഇൻ പ്ലഷർ, അതായത് ഒരു പ്ലഷറിൽ, ഇപ്പം മഴ കണ്ട സന്തോഷത്തിൽ ഒന്ന് നെടുവീർപ്പിടാൻ പോലും ഞാൻ പേടിച്ചിരിക്കുകയാണ്. ഫോർ ഐ മൈറ്റ് ഫ്രൈറ്റൻ ഇറ്റ് അവേ, കാരണം ഞാനത് ഓർത്തിട്ട് പിന്നീട് പേടിക്കും. കാരണം മഴ എപ്പോഴാണ് പോകാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഞാനിപ്പോൾ ആശ്വസിച്ചുകൊണ്ടായിരിക്കും മഴ പെയ്തതെന്നൊക്കെ പിന്നീട് തോന്നിപ്പോവും. വാട്ട് ടെൽസ് ഡു ഈച്ച് റെയിൻ ഡ്രോപ്പ് ഹോൾഡ്, എന്ത് കഥയായിരിക്കും ഓരോ മഴത്തുള്ളിക്കും പറയാനുള്ളത്, അല്ലെങ്കിൽ അത് ഓരോ മഴത്തുള്ളിയും ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ. വാട്ട് ലെസൺ വിൽ ഇറ്റ് ടീച്ച്, അപ്പോൾ ഓരോ മഴത്തുള്ളി എന്തായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. വാട്ട് ഗിഫ്റ്റ്സ് വിൽ ഇറ്റ് ഓഫർ, എന്ത് സമ്മാനമായിരിക്കും അതിനൊക്കെ തരാനുള്ളത്. ദ മാജിക് ഓഫ് ദ മൺസൂൺ റെസനേറ്റ്സ് ഇൻ മീ ആസ് എ സെൻസ് ഓഫ് വെൽബീങ്. എന്തൊക്കെയാണെങ്കിലും ഈ മൺസൂണിൻ്റെ മാജിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ റെസൊനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അലയടിക്കുക എന്നൊക്കെ പറയില്ല നമ്മൾ. എൻ്റെ ഉള്ളിൽ എന്തായാലും നല്ല ഒരു വെൽബീയിങ്, സെൻസ് ഓഫ് വെൽബീയിങ് ആയിട്ട് ഈ മൺസൂണ് മുഴങ്ങുന്നുണ്ട്. അത് മാത്രമേ ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫോർ നൗ ദ വേൾഡ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഭൂമി. അത്രയും ഹാപ്പി ആയിട്ടാണ് ഈ ഓദർ നിൽക്കുന്നത്. കാരണം അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അത്രയും വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നതായിരുന്നു മൺസൂൺ സീസണ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അറ്റ് ലാസ്റ്റ് മഴ പെയ്ത സമയത്ത് ഈ ലോകം തന്നെ എത്ര മനോഹരമാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോവാണ്. സോ ഈ ചാപ്റ്റർ അത്രയ്ക്ക് ടഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് വേർഡ്സ് ഉണ്ട്, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. പറയുന്ന വേർഡ്സൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് മാക്സിമം എക്സാം എഴുതുമ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചെടുത്തിട്ടുള്ള പുതിയ വേർഡ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. ആൻഡ് hope you all understood. Thank you for watching and don't forget to subscribe. Thank you.